ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലെ യൂണിറ്റ് 7 റോൾ ഓഫ് ലോജിസ്റ്റിക്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കോണമി. ഫസ്റ്റ് മോഡ്യൂളിലെ ലാസ്റ്റ് യൂണിറ്റാണ്. എന്താണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊമോട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ലോജിസ്റ്റിക്സ് എനേബിൾ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ പ്രൊഡ്യൂസേഴ്സ്, ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. അതായത് നല്ല സ്മൂത്തായിട്ടുള്ള മൂവ്മെൻറ്റ്. അതായത് നമുക്കിപ്പോൾ അറിയാം, ഒരു ഇതിൽ പ്രൊഡ്യൂസർ വരും, ഹോൾസെയിലേഴ്സ് വരും, റീറ്റെയിലേഴ്സ്, ലാസ്റ്റാണ് ഫൈനലിയാണ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുക. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടത്താനായിട്ട് ലോജിസ്റ്റിക്സ് സഹായിക്കുന്നു. An efficient logistics system support both domestic and international trade by ensuring product reach market quickly and safely, thereby increasing business activity. അതായത് നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡും ഉണ്ട്. ഒരു സാധനം ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലും ഉണ്ട്, രാജ്യത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്വിക്കായിട്ടും സേഫായിട്ടും ഒക്കെ എത്തിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. Reduces wastage and increase efficiency. Logistics minimizes delay, damage and unnecessary handling of goods. Proper transportation, storage and inventory management reduce wastage of product and resources while improving overall operational efficiency. അതായത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റവും അതുപോലെ സ്റ്റോറേജ് സ്പേസും എത്രത്തോളം സ്റ്റോർ ചെയ്യാം, ഓവർ ഗുഡ്സ് സ്റ്റോർ ചെയ്യാതെ നോക്കാൻ, ഇതെല്ലാം ഇതിനെ സഹായിക്കുന്നു. Lowers the cost of doing business. Efficient logistics help business reduce operational expenses, optimize transportation route, better inventory control and effective warehousing reduces logistics cost, allowing business to operate more profitably. അതൊരു ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നു. Boost industrial and manufacturing growth. Logistics ensure industries receive raw materials and deliver finished goods without delay. A reliable logistics system support continuous production, reduces downtime and help industries expand their operation. Then generate employment opportunity. Logistics sector create job in various fields. Employment is generated in transportation, warehousing, packaging, inventory management, distribution and supply chain management, contributing to economic growth. അതായത് ഒരുപാട് ആളുകൾക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലും ധാരാളം ഓപ്പർച്യൂണിറ്റീസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് ജോലികൾ ലഭിക്കുന്നു. ദെൻ സപ്പോർട്ട് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ലോജിസ്റ്റിക് ഹെൽപ്പ് ഫാർമേഴ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് എഫിഷ്യൻ്റ്ലി. ഫാർമേഴ്സിനാണെങ്കിലും അതായത് കർഷകരെയാണെങ്കിലും സഹായിക്കുന്നു. ഇറ്റ് എനേബിൾ ക്വിക്ക് മൂവ്മെൻറ്റ് ഓഫ് ഫാം പ്രൊഡ്യൂസ് ടു മാർക്കറ്റ് ആൻഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, റെഡ്യൂസിങ് പോസ്റ്റ് ഹാർവെസ്റ്റ് ലോസസ് ആൻഡ് ഇംപ്രൂവിങ് ഫാർമേഴ്സ് ഇൻകം. അതുവഴി ഈ കർഷകർക്കുള്ള വരുമാനവും കൂട്ടാനായിട്ട് സഹായിക്കുന്നു. Connect remote and rural area. Logistics link rural area with urban market. It improve availability of goods and services in remote region while helping local producers access larger market. അതായത് റൂറൽ ഏരിയ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിൽ നിന്നും വലിയ വലിയ അർബൻ ഏരിയാസിലേക്ക് അല്ലെങ്കിൽ ആ മാർക്കറ്റിലേക്ക് വരുന്നതോടുകൂടി ലോക്കൽ പ്രൊഡ്യൂസേഴ്സിനെയും ഹെൽപ്പ് ചെയ്യുന്നു. Then encourages foreign direct investment. A strong logistic network attract investment from foreign company. Efficient infrastructure and logistics system make a country more attractive for multinational company to establish manufacturing and distribution facilities. അത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നു. Improve national competitiveness. Efficient logistics strengthen a country's position in the global market. Lower logistic cost, faster delivery and reliable supply chain help business to compete more effectively in international trade. അതൊരു ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു നല്ല രീതിയിലുള്ള ഒരു ലോജിസ്റ്റിക്സ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊസിഷൻ വരെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. കോസ്റ്റ് എഫക്റ്റീവായിട്ടും അതുപോലെ ഫാസ്റ്റ് ഡെലിവറി, നല്ല റിലയബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഡാമേജ് ഇല്ലാത്ത രീതിയിലൊക്കെ പ്രൊഡക്റ്റ് എത്തിക്കുന്നതിലൂടെ ആ ഒരു ബിസിനസ്സിനെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എഫിഷ്യൻ്റായിട്ട് നിൽക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി.